ആന അടുത്തെത്തിയപ്പോഴാണ് കണ്ടത്. തിരിയുമ്പോ ആന കുത്തേന്റെ ഇത് ഉണ്ടായി. ഇതാണ് പാട്. ഇതാണ് കൊമ്പെടുത്തിട്ട് മൊത്തം അടന്നു പോയതാ. അപ്പൊ ഈ ബ്ലഡ് കണ്ടുകൊണ്ട് ആൾക്കാരെല്ലാം പേടിച്ചിട്ട് പെട്ടെന്ന് എടുത്തപ്പോഴാണ് ഈ ഫൈനൽ കോഡൊക്കെ പോയത്. നമ്മൾ അറിയുന്നില്ലല്ലോ. ഞങ്ങൾക്കിപ്പോൾ ഒരു എന്താ പറയുക, പുനർജന്മം കിട്ടിയ പോലെ അവനിപ്പോൾ സ്വന്തമായിട്ട് കൈ കുത്തി വീൽ ചെയറിൽ കയറും, അവൻ്റെ ആവശ്യങ്ങൾ നടത്തും. അത്രയും ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടി. സന്മനസ്സുള്ള ജനങ്ങൾക്കും ആ സ്ഥാപനക്കാർക്കും ഒക്കെ നന്ദി. ഈ വീഡിയോ കണ്ടതുകൊണ്ടാണത് അവരറിയുന്നത്. അല്ല, നമ്മളെ കൊണ്ട് കഴിയില്ല. ഞങ്ങൾ പരമാവധിയൊക്കെ നോക്കിക്കഴിഞ്ഞ് വല്ല കിടപ്പായി എന്നാണ് തോന്നിയത്. ക്രിസ്റ്റി വരികയും ഇതിനോടനുബന്ധിച്ച് എവിടുന്നോ കണ്ട് അവൻ്റെ ആ സന്മനസ്സിലും ഇത്രയും ദൂരം നമ്മൾ ഇതിനു വേണ്ടി മാത്രം വന്ന് ഇങ്ങനെ ചാനലിലേക്ക് കാണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്കിതിപ്പോൾ എത്ര പറയാം, 100 അല്ല 1000 നന്ദി. നമുക്കങ്ങനെ പറയാൻ കഴിയുള്ളൂ. നമ്മളെ കൂടെ ആരും ഇതിനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരാളും കൂടെ വരാനോ പറയാനോ ഉണ്ടായില്ല. അച്ഛനും അമ്മയും എല്ലാവരും സഹതാവും പോലെ വന്ന് കാണും പോകും. സന്മനസ്സുള്ള ജനം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ അവനെ പുറത്തിറക്കാനായി. നമസ്കാരം. ഞാൻ എന്നുള്ളത് വയനാട് ജില്ലയിലെ നൂൽപ്പുഴ പഞ്ചായത്തിലെ മാറോട് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഒരു വർഷം മുന്നെയൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ ഒരുപക്ഷെ ഈ മാറോടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു 3 എപ്പിസോഡ് നമ്മൾ സംപ്രേഷണം ചെയ്തത് ഈ ഒരു മാറോട് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചായിരുന്നു. ആ ഒരു വീഡിയോനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ, ഞാൻ വളരെ സന്തോഷത്തിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു വർഷം മുന്നേ ഞാൻ 3 വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതിൽ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഈ ഒരു മാറോട് പ്രദേശത്തേക്ക് വരുന്നത് ബിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ. അന്ന് നമ്മൾ ആ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ 31 വയസ്സുള്ള ഒരു ബിജു, അദ്ദേഹത്തിൻ്റെ 27ാമത്തെ വയസ്സിൽ ഈ മാറോട് പ്രദേശത്ത് വെച്ച് തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ നടുവൊടിഞ്ഞുപോയി. വലിയ പരിക്കായിരുന്നു. അദ്ദേഹം കിടപ്പിലായിപ്പോയി. ഞാനന്ന് ആ വീഡിയോ നിങ്ങളെ കാണിക്കുമ്പോൾ അദ്ദേഹം കട്ടിലിൽ കിടപ്പായിരുന്നു. ആ ഒരു ദൃശ്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ പ്രസക്ത ഭാഗങ്ങൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഇത് 2019 നവംബർ 8 എന്റെ വീടിന്റെ അടുത്ത് തന്നെ അവിടെ ഒരു കുളമുണ്ട്. മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനായിട്ടുള്ള ഒരു കുളം ഉണ്ടാക്കിയതാ. നമ്മൾ 2-3 പേരുണ്ടായിരുന്നു. ഞങ്ങള് എല്ലാരും കൂടെ അവിടെ പോയതാ, കുളം കാണാനായിട്ട് പോയതാ. ആന അടുത്തെത്തിയപ്പോഴാണ് കണ്ടത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരെ കൂടുതലുള്ളവർ ഓടിക്കോന്ന് പറഞ്ഞ് ഞാൻ തിരിയുമ്പോഴേക്ക് എന്റെ അടുത്ത് എത്തിപ്പോയി. തിരിയുമ്പോ ആന കുത്തേന്റെ ഇത് ഉണ്ടായി. ഇതാണ് പാട്. ഇതാണ് കൊമ്പെടുത്തിട്ട് മൊത്തം അടന്നു പോയതാ. ഇവിടെ ബ്ലഡ് മൊത്തം ചീറ്റുന്നുണ്ട്. പിന്നെ കൈവച്ച് തട്ടി നട്ടല് പൊട്ടി. ഇപ്പൊ ഈ ബ്ലഡ് കണ്ടുകൊണ്ട് ആൾക്കാരെല്ലാം പേടിച്ചിട്ട് പെട്ടെന്ന് എടുത്തപ്പോഴാണ് ഈ ഫൈനൽ കോഡൊക്കെ പോയത്. നമ്മൾ അറിയുന്നില്ലല്ലോ. പോർഷന് എനിക്ക് ഹോസ്പിറ്റലിൽ ചെലവായ പൈസ ഉണ്ടല്ലോ, അത് അവര് തന്നായിരുന്നു. അവരെ കൊണ്ട് അത് തരാൻ പറ്റുമെന്ന് പറഞ്ഞു. എല്ലാരും നോക്കാം എന്ന് തന്നെ പറയുന്നുള്ളൂ. ഈ മറ്റേ ഡിസബിലിറ്റി എത്ര ശതമാനമാണ് ശരിക്കും? എനിക്ക് 75% ഇതിപ്പോ ഫൈനൽ കോഡിന് പറ്റിയതാ. അപ്പൊ നമ്മൾ അത്യാവശ്യം പുറത്ത് ഫിസിയോതെറാപ്പി ഇന്ത്യയൊക്കെ ചെയ്താൽ അത്യാവശ്യം നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാവുന്ന പറയുന്നത്. ഇതിനും കുറച്ച് പൈസ വേണമല്ലോ. എനിക്ക് ഇതിന്റെ ഇങ്ങോട്ട് അറിയൂല. ഇതിപ്പോ ഞാൻ വാങ്ങുന്ന ഒരു പാക്കറ്റിന് 500 അടുത്ത് വരും. 500 രൂപേന്റെ വരും. അതിലാകെ 10 പീസേ ഉണ്ടാവുള്ളൂ. ഒരു മാസത്തിന് 30 എന്തായാലും വേണ്ടേ. 30 പീസ് വേണം. നമുക്ക് ചെയ്യാം. സാമ്പത്തിക സഹായം കിട്ടുവാണെങ്കിൽ പോയി കുറച്ച് കിട്ടുകയാണെങ്കിൽ ചെയ്ത് നോക്കണം എന്നുണ്ട്. 5 വർഷമായി ഇങ്ങനെ കിടക്കാൻ പറഞ്ഞത്. 5 വർഷമായി. ഇത് പുറത്ത് കൊണ്ടുപോയി ചികിത്സിച്ചാൽ ശരിയാവുമോ? മെയിൻ ഡോക്ടർ പറഞ്ഞാൽ ആകാൻ ബുദ്ധിമുട്ടെന്നാണ് പറയുന്നത്. കിട്ടിയിരുന്നെങ്കിൽ അവന്റെ കാര്യത്തിനെങ്കിലും വല്ല അവന്റെ മരുന്നിനും മറ്റതിനൊക്കെ പോകാനും സൗകര്യമായേനെ. അതൊന്നും നടന്നിട്ടില്ല. നമ്മൾ നിങ്ങളുടെ കാലം കഴിഞ്ഞാലും ഇത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അത് ചോദ്യചിഹ്നമാണ്. ഇപ്പൊ അവനെ എന്താക്കും എന്നറിയില്ല. 31 വയസ്സേ ആയിട്ടുള്ളൂ. കിടപ്പ് തന്നെയാണ്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് അന്ന് ബിജുവിനെ നമ്മൾ സന്ദർശിച്ചപ്പോൾ അന്ന് നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ എടുക്കുന്നതും നമ്മുടെ ചാനലിൽ കൂടെ ഇടുന്നതും. ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരിയധികം ആളുകൾ അതിനോട് റെസ്പോണ്ട് ചെയ്തു. ഒത്തിരിയധികം ആളുകൾ അദ്ദേഹത്തെ സഹായിച്ചു. മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നൊരു സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വീഡിയോ കാരണം ബിജുവിൻ്റെ അവസ്ഥ പുറംലോകത്തേക്ക് എത്തി.
ഒത്തിരി ആളുകൾ അദ്ദേഹത്തിന് സഹായിച്ചു എന്ന് മാത്രമല്ല, ഒരാൾ, അതായത് ബിജു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൻ്റെ മുതലാളി ബിജുവിൻ്റെ ചികിത്സയ്ക്കായിട്ടുള്ള സഹായം ബിജുവിന് ചെയ്തു കൊടുക്കുകയും ഇപ്പോൾ ബിജുവിന് ഒത്തിരി മാറ്റങ്ങൾ വന്നു. അന്ന് നമ്മൾ കണ്ടപ്പോൾ ബിജു കട്ടിൽ കിടക്കുകയായിരുന്നു എങ്കിൽ ഇന്ന് ബിജു ആകെ മാറി. ബിജു ഇപ്പോൾ വീൽ ചെയറിലൊക്കെ ഇരിക്കാനായിട്ട് തുടങ്ങി. ആ ഒരു വളരെ സന്തോഷകരമായ ആ ഒരു മൊമെൻറ്റ് കാണിക്കാനായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പോകുന്നത്. മാത്രമല്ല ബിജുവിനോട് നമ്മൾ ഇന്നൊന്ന് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ബിജുവിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ട് നമ്മളൊന്ന് നമ്മുടെ ചാനലിൻ്റെ ഒരു സന്തോഷം നമ്മൾ പങ്കുവെക്കുകയാണ്. കാരണം എനിക്കും വളരെ അഭിമാനമുള്ളൊരു നിമിഷം തന്നെയാണ്, സന്തോഷമുള്ളൊരു നിമിഷം തന്നെയാണ്. കാരണം നമ്മൾ ചെയ്ത ഒരു വീഡിയോ കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു ഗുണം കിട്ടിയെന്ന് കേൾക്കുമ്പോൾ അത്രത്തോളം സന്തോഷമൊന്നും വേറെ നമുക്ക് കിട്ടാനില്ല. അതൊക്കെ എന്താ പറയുക, നമ്മുടെ അധ്വാനം വെറുതെ ആയില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ആ ഒരു മെനക്കെടൽ കൊണ്ട് ഒരാൾക്കെങ്കിലും ഈ ഒരു സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടാനായിട്ടോ ഇടവന്നു എന്നറിയുന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾ ഓരോരുത്തർ കൊടുത്ത അല്ലെങ്കിൽ ഇതിനു വേണ്ടി മുടക്കിയ തുകകളും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഷെയറും നമ്മുടെ ലൈക്കും നമ്മുടെ കമൻറ്റും ഒക്കെയാണ് ഈ വീഡിയോ ഒത്തിരി ആളുകളിലേക്ക് എത്തിയതും ബിജു എന്ന് പറയുന്ന സഹോദരന് ഇതുപോലെ സഹായമൊക്കെ എത്തിയതും. ബിജുവിനെ നമ്മൾ നേരിട്ട് കാണാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് ബിജുവിനോട് തന്നെ ഇതിനെക്കുറിച്ച് നേരിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു വർഷത്തിന് ശേഷം കേട്ടോ ബിജുവിനെ കാണുന്നത്. ബിജു ഇപ്പോൾ നമ്മളന്ന് കണ്ടതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തനായിട്ടുണ്ട്. ആൾ ഇപ്പം ഇങ്ങനെ ഏറ്റിരിക്കാനൊക്കെ ആയിട്ടുണ്ട്. അത് തന്നെ വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യം തന്നെ കേട്ടോ. ബിജുവേ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഇത് തന്നെ വിശേഷം അല്ലേ? ഇത് തന്നെ വിശേഷം. വീൽ ചെയറായി നമ്മളായി. ഇപ്പം എത്ര നാളായി ഇങ്ങനെ വീൽ ചെയറിലിരിക്കാൻ തുടങ്ങിയിട്ട്? വീൽ ചെയറിൽ ഇപ്പം നമ്മൾ പ്രോപ്പറായി ഇരിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരു വർഷം ആവാനായിട്ടുള്ളൂ. അതുവരെ സ്വന്തം ഒന്നും പറ്റൂലല്ലോ. അന്ന് നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷം എന്നാണ് അവിടെ ട്രീറ്റ്മെന്റിന് ആ സംഭവം ഒന്ന് പറയാമോ? ഇവിടെ വീഡിയോ ചെയ്ത് ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ മുതലാളി ഉണ്ടായിരുന്നു, മറ്റേ സാറപ്പ് ഈ വീഡിയോ കാണാനിടയായി. സാറിന് അപ്പോഴാണ് സാറിന് മനസ്സിലായത് ഇത് പനിൽക്കൂടി ഇഞ്ചുറി ആണ്, ഇതിങ്ങനെയാണെന്ന്. അപ്പോൾ സാറിന്റെ കെയർ ഓഫിൽ അവിടെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, മുളന്തുരുത്തി വെട്ടിക്കൽ പറഞ്ഞിട്ട് ഒരു സ്വാശ്രയ എന്ന് പറഞ്ഞ റീഹാബിലിറ്റി സെന്റർ. അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവരെന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഞാനൊരു ആഗസ്റ്റ് 15 ഞാൻ അങ്ങോട്ട് പോയായിരുന്നു. എറണാകുളത്ത് പോയി അവിടെ ഒരു 3 മാസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് നമ്മളെ ഇൻഡിപെൻഡന്റ് ആക്കി തന്ന്, ഇരിക്കാനും ബാത്റൂമിൽ പോവാനും എൻ്റെ കാര്യം ചെയ്യാനൊക്കെ ആക്കി. ഡ്രസ്സ് ഇടാനും അല്ലെങ്കിൽ ഒക്കെ ബെഡിലായിരുന്നു എല്ലാ കാര്യവും. ബെഡിലായിരുന്നു. അപ്പൊ ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് ഇവരെ വീഡിയോ വന്ന് ഷെയർ ചെയ്തോണ്ട് അങ്ങനെ എത്തിപ്പെടാൻ പറ്റി. അവിടെ നിന്ന് ഇപ്പൊ നമ്മളെ സ്വന്തം ഇൻഡിപെൻഡന്റ് ആക്കാൻ പറ്റി. നമ്മളൊരാളെ ഒരു 3 മാസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഇൻഡിപെൻഡന്റ് ആക്കി തരും. പിന്നെ ആ ഒരു വീഡിയോ വരുന്നിടം വരെ ഇവർക്ക് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ആണെന്ന് അറിയത്തില്ലായിരുന്നല്ലേ? അത് ഇഞ്ചുറി എനിക്കറിയാം, പക്ഷെ ബാക്കിയുള്ളവർക്ക് അറിയില്ല. പക്ഷെ പുറത്താർക്കും അറിയുന്നില്ല, ഇതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല. ഈ വീഡിയോ വന്നപ്പോഴാണ് ഈ ഫൈനൽ കോഡ് എന്താ
അത് ഇഞ്ചുറി എന്താണെന്നൊക്കെ അറിയപ്പെടുന്നത്. ഈ വീഡിയോ വന്നതുകൊണ്ട് മാത്രമാണ് എല്ലാവരുമായിട്ട് അറിയുന്നത് ഈ കാര്യം. ഇത്രയാണ് സാധാരണ എല്ലാവരും ആക്സിഡൻറ്റ് അത്രേ കാണുന്നുള്ളൂ, അതിനെപ്പറ്റിയൊന്നും അറിയുന്നില്ല. ഇതെന്താ ട്രീറ്റ്മെൻറ്റ് എവിടെയാണ് കിട്ടുക എന്നൊന്നും അറിയുന്നില്ല. ആ വീഡിയോ വന്ന് അത്യാവശ്യം ഷെയറിംഗ് ഒക്കെ പോയതുകൊണ്ടും ആൾക്കാരെ എത്തിയപ്പോൾ ആൾക്കാർ കോണ്ടാക്ട് ചെയ്ത് നമ്മളെ പരമാവധി ഹെൽപ്പ് ചെയ്ത്, കുറേ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്ത്. അക്കൗണ്ടിലേക്ക് അന്ന് കുറച്ച് പേര് പൈസ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കിട്ടിയോണ്ട് നമുക്കൊരു വണ്ടിക്കൂലി ആണെങ്കിലും പോയി വരാനുള്ളതൊക്കെ അത്യാവശ്യം കിട്ടിയായിരുന്നു. അത് തന്നവരോട് എല്ലാവരോടും നന്ദി മാത്രം, സന്തോഷം. അപ്പോൾ ബിജു ഈ ട്രീറ്റ്മെൻറ്റ് മുന്നേ ശരിക്കും എത്ര നാൾ കട്ടിലെ ഇങ്ങനെ കിടപ്പ് ആയിട്ടുണ്ടായിരുന്നു? ഞാൻ ശരിക്കും അപകടം ഉണ്ടാകുന്ന ആന ഉപദ്രവിക്കുന്നത് 2019 നവംബർ 8-നല്ലേ. ഇവിടുന്ന് ഇപ്പോൾ പോണത് ഒരു 5 വർഷം പോലെ ഇവിടെ കിടന്ന് ബെഡ് തന്നെ ആയിരുന്നു. ഈ 5 വർഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു അല്ലേ? തിരിഞ്ഞു നോക്കാൻ മീൻസ് തിരിഞ്ഞു നോക്കാനായിട്ട് ആർക്കും അറിയില്ല, ഇതിനെപ്പറ്റി എന്താന്നുള്ളത് അറിയുന്നില്ല. എല്ലാവരും ഒരു സാധാരണക്കാരൻ, ആർക്കും ഇതിനെപ്പറ്റി നോളജ് ഇല്ല, എന്താന്നില്ല. അവനെന്തോ പറ്റി കിടപ്പിലാണെന്നുള്ള ഇത് മാത്രമല്ലേ ഉള്ളൂ. ഈ വീഡിയോ വന്നപ്പോഴാണ് ആൾക്കാർ കോണ്ടാക്റ്റൊക്കെ ആയിട്ട് ആൾക്കാർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തു. കുറേ പേര് നമ്മളെ അറിയുന്നില്ല എന്താ പറ്റിയെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ദൈവനിയോഗമായിരിക്കും. അതെ, ആ വീഡിയോ വന്നാണ് കാര്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ പിന്നാത്തോടെ തന്നെ പറയാം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇങ്ങനത്തെ വീഡിയോകൾ എടുക്കുന്നില്ലായിരുന്നു. പക്ഷേ ഈ വന്യമൃഗ പ്രശ്നങ്ങളുമായിട്ടുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ടിരുന്ന, അതിനെക്കുറിച്ച് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒത്തിരി ആൾക്കാരുടെ ലിസ്റ്റ് വെച്ചിട്ട് ദീപിക പത്രം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇത് എനിക്ക് ഒരാൾ തന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് വയനാട് ജില്ലയിൽ അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലൊക്കെ ഇങ്ങനെ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ആൾക്കാരുടെയും അതുപോലെ തന്നെ അപകടം പറ്റി ഇങ്ങനെ കിടപ്പിലായി പോയ ആൾക്കാരുടെയും കുറേ പേരും ഫോട്ടോയും ഒക്കെ അടക്കമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ബിജുവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഈ മാറോട് സ്ഥലം അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതും അങ്ങനെ അത് അന്വേഷിച്ച് പിടിച്ചാണ് ഞാൻ അന്ന് ഇവിടെ വന്നത്. അങ്ങനെയാണ് ഞാൻ ഈ സ്ഥലത്തെത്തിയത്. അപ്പോഴാണ് ഇത് കണ്ടതും വീഡിയോ എടുത്തതും. അല്ല, ആ വീഡിയോ എടുത്താണ് നമുക്കൊരു മുതൽക്കോട്ടായി എന്ന് പറയാൻ വേണമെങ്കിൽ എൻ്റെ ഒരു ഇതിൽ അതൊരു വഴിത്തിരിവ് പോലെ ഇപ്പോൾ ഇങ്ങനെ ആകാനുള്ള കാര്യമായല്ലോ. അല്ലെങ്കിൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം. അമ്മ ഇപ്പം തന്നെ അവിടെ പോയി വന്നേരം അമ്മ അടുത്ത ബാച്ചിന് തൊഴിലുറപ്പിന് തന്നെ ഒപ്പിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പണിക്ക് പോകാല്ലോ, അമ്മയ്ക്കിപ്പോൾ നമ്മളെ ശ്രദ്ധിക്കേണ്ട ആവശ്യം. 5 വർഷം അമ്മയ്ക്ക് ഒന്നിനും പോകാൻ പറ്റാതിരുന്നല്ലേ. വരുമാനം ഇല്ല, വേറൊന്നിനും പോകാനും പറ്റുന്നില്ലല്ലോ. അങ്ങനെ തന്നെ നിൽപ്പല്ലേ. സ്വന്തം കാര്യം വേറെന്തെങ്കിലും ചെയ്യാനായിട്ട് ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണത്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിലും വേണ്ടേ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ലേ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും കുളി എല്ലാ കാര്യവും സ്വന്തം തന്നെ ചെയ്യുക. അത്യാവശ്യം എൻ്റെ കാര്യമൊക്കെ എനിക്ക് തന്നെ ചെയ്യാനുള്ള ഇതിലായി കിട്ടി. വലിയൊരു കാര്യം. സത്യം കാര്യം. നമ്മളന്ന് ആ വീഡിയോ എടുത്ത് നമ്മളത് ബ്രോഡ്കാസ്റ്റ് ചെയ്തതിൻ്റെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ബിജുവിൻ്റെ കൊച്ചച്ഛൻ ഈ വീടായിരുന്നത്. ഇപ്പോൾ വീട് പുതിയത് പണിതാണ്. അന്നത്തെ വീട് നമ്മൾ ആ ഒരു എപ്പിസോഡ് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അന്ന് ഇതേപോലെ തന്നെ ഈ വീടിൻ്റെ തൊട്ടപ്പുറം വെച്ച് തന്നെയാണ് കാട്ടാന അതിക്രൂരമായി അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അതിന് ശേഷം ആണ് ബിജുവിന് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിനുള്ള സാധ്യതയൊക്കെ തെളിഞ്ഞ് വന്നത്. ഏതായാലും ഒരു ദുഃഖം ഈ ഒരു കുടുംബത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും വീണ്ടും ഒരു സന്തോഷം ദൈവം ഇങ്ങോട്ട് കൊണ്ടു തന്നു. അതിനൊരു കാരണം എനിക്ക് ആ വീഡിയോ എടുക്കാൻ തോന്നിയത് കൊണ്ടാണെന്ന് അറിയുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ സന്തോഷം കേട്ടോ. നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന ഓരോ സന്തോഷങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ ബിജുവിനെ ഒരു 6 മാസമായിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല പ്രാവശ്യം ഞാനിങ്ങനെ വിളിച്ച് എൻക്വയറി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ബിജു ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്ത് മീൻസ് എറണാകുളത്തൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ടോ അല്ലെങ്കിൽ ബിജുവിനെ കാണാനായിട്ട് പറ്റിയില്ല. ഏതായാലും ഇന്നിപ്പോൾ ഞാൻ നേരിട്ട് കണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ 8-ാം തീയതിയാണ്. 8-ാം തീയതി ഞാനിപ്പോൾ ബിജുവിനെ നേരിട്ട് കണ്ടു. ഏതായാലും ഇങ്ങനെ നമുക്ക് ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റിയാൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ അന്ന് വന്നപ്പോൾ എങ്ങനെയായിരുന്നു ബിജു ഇരുന്നതെന്നുള്ളത് നിങ്ങളിപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഇത്തരം ഒരു മാറ്റം അത് എന്തായാലും ഒരു വിജയം തന്നെയാണ്. അത് എന്തായാലും ഇനി അങ്ങോട്ടും അധികം താമസിക്കാതെ ബിജു എഴുന്നേറ്റ് നടക്കും എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പം അവർ അങ്ങനെ ഒരു സാധ്യത അവർ പറഞ്ഞോ? ഇനിയിപ്പം മുന്നോട്ടുള്ള ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എണീറ്റ് നടക്കാൻ പാകത്തിന് എണീറ്റ് നടക്കാനല്ല, പൈനൽക്കോട് ഇഞ്ചുറി എൻ്റെ. പൈനൽക്കോട് ഇഞ്ചുറി എന്ന് ചതവല്ല, കട്ടാണ് എൻ്റെ. കട്ടാകുന്നതുകൊണ്ട് വീൽ ചെയർ തന്നെയാണ് നമ്മൾ ഓപ്ഷൻ ഉള്ളൂ. അവർ പറയുന്നത് ബെഡ് എന്നുള്ളവരെ അവരെ കാര്യം ചെയ്യാനുള്ളതാക്കി തന്നു. അത്ര ഇത് തന്നെ നമുക്കൊരു ഇതുള്ളൂ.
അല്ല അത്രയും നാളും നമ്മൾക്ക് ഇങ്ങനെ കിടപ്പല്ലായിരുന്നു, ഇത്രയെങ്കിലും ആയില്ലേ? കാലം വിരളം അനക്കാൻ കിട്ടുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല, ഇതിന്റെ ഇങ്ങോട്ട് പോയി കിടക്കുന്നുണ്ട്. ഒട്ടും അതറിയില്ല. ഏതായാലും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ബിജുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അപ്പോൾ എന്തെങ്കിലും നമുക്ക് ബിജുവിനെ ഒന്ന് എണീപ്പിച്ച് നടത്തണം. അതിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാവുന്നതാണ്. അത് നമ്മളെല്ലാവരും സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയാണ്, വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം കൂടിയാണ് എനിക്ക്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പം എങ്ങനെയാണ് വീട്ടിലിങ്ങനെ? ഇപ്പം വീട്ടിൽ മഴ ആണ്, അല്ലെങ്കിൽ അത്യാവശ്യം സമയം പോകാൻ നമുക്ക് വീൽചെയർ കൊണ്ട് പുറത്തേക്കൊക്കെ പോകാം, പുറത്തൊക്കെ പോകാം, അങ്ങനെയൊക്കെ ആകാം. അല്ലേ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പഴയ കൂട്ടുകാരൊക്കെ കോണ്ടാക്ട് ഉണ്ട്, പഴയ കൂട്ടുകാർ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യത്തെ പോലെ ആദ്യം റൂമിൽ തന്നെയല്ലേ, പുറത്ത് ഇതാവുന്നില്ല. ഇത് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് പോയി, ആൾക്കാരുമായിട്ടുള്ള ഇത് പോയി, ഒരു സംസാരിക്കാനുള്ള ഇത് തന്നെ പോയി കിടക്കുക കാണുമ്പോഴേ ആൾക്കാർ. 5 വർഷം മുന്നേ ഈ അപകടം പറ്റുന്നതിന് മുന്നേ എന്തായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നതാണ്? ഞാൻ വീലൈൻമെന്റ് ടെക്നീഷ്യൻ ആയിട്ട്. വീലൈൻമെന്റ് അല്ലേ? ഫസ്റ്റ് എറണാകുളത്തായിരുന്നു, പിന്നെ ബത്തേരി വന്നെത്തിയായിരുന്നു. ഞാൻ എറണാകുളത്ത് നിന്നപ്പോൾ മുതലാളിയാണ്, എൻ്റെ ഓണറാണ് എന്നെ സഹായിച്ച് ട്രീറ്റ്മെന്റിനൊക്കെ സ്ഥലത്ത് എത്തിച്ചു തന്നത്. പുള്ളിക്കാരൻ്റെ ഒരു സഹായവും അത് ഈ വീഡിയോന്റെ ഇതുകൊണ്ടാണ്. അവിടെ എന്നെ മാനേജറിന് കുറെ പേര് എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ടുകൾ കുറേ ഉള്ളതുകൊണ്ട് അവിടെ പോയി എത്തി, സാറിൻ്റെ കയ്യിലെത്തി. സാറാണ് അപ്പോൾ കണ്ട് കോണ്ടാക്ട് ചെയ്ത്. പിന്നെ ബിജു ഇപ്പം ഈ ഒഴിവ് സമയങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ചിലവഴിക്കുന്നത്? എങ്ങനെയാണ്? ബുക്കൊക്കെ വായിക്കുമോ അതെയോ ടി വി ആണോ? ഇപ്പം ടി വി കാണാൻ പോകാൻ പറ്റും, ടി വി കാണാം, മൊബൈലുണ്ട്, പിന്നെ ചെറിയ 2-3 ബുക്കുണ്ട്, അതെന്തെങ്കിലുമൊക്കെ വായിക്കും. ഇപ്പൊ ചെക്കന്മാരോട് ആരെങ്കിലുമൊക്കെ കാറും കൊണ്ടുവന്ന അതിൽ കയറാം. പണ്ടെന്ന് വെച്ചാൽ കാറിൽ കയറാനേ പാടാം, ഒരു 3 ആള് എടുത്ത് കയറ്റണം. കയറ്റിയാൽ ഇരുന്നാലും ഒരു കംഫർട്ട് കിട്ടൂല നമുക്ക്. ഇതിന് പോയിക്കൊണ്ട് അവര് ട്രെയിനിങ് തന്നായിരുന്നു, കാറിൽ എങ്ങനെ കയറാം, ഇതൊക്കെ ആക്കാന്നുള്ള. ബെഡിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാം വീൽ ചെയറിലോട്ട്, വീൽ ചെയർമാന്ന് ബാത്റൂമിലോട്ട്, അതൊക്കെ കാണിച്ചു തന്നുകൊണ്ട് നമുക്ക് അപ്പർ ബോഡി സ്ട്രെങ്ത് ചെയ്താൽ നമുക്ക് അത്യാവശ്യം ചെയ്യാന്ന് പറഞ്ഞു. ബോഡി ഒന്ന് ഇതാക്കിയാൽ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ചെയ്യുന്നുണ്ട്. ഇപ്പം അവർ കാണിച്ച പോലെ ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും പരിപാടി നോക്കണം. ഈ മഴ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു ഓട്ടോറിക്ഷയോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ കയ്യിലാക്കിയിട്ടേ ഇവിടെ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല. അതുപോലെ അന്ന് ഞാൻ വന്നപ്പോൾ ചോദിക്കുന്നതുകൊണ്ട് മോശമാകുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ആവുകയാണെങ്കിൽ ഞാനിത് കട്ട് ചെയ്ത് കളയും. അന്ന് വന്നപ്പോൾ ഈ ഡയപ്പർ യൂസ് ചെയ്യുന്നില്ലായിരുന്നു, ഉപയോഗിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ അത് ഉപേക്ഷിച്ചില്ലേ? ഡൈപ്പർ ഇപ്പൊ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴേ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പഴയ പോലെ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. പഴയത് അല്ല, അതിന് വ്യത്യാസം വന്നോ? ഇപ്പോൾ അത് നമുക്ക് ടൈമിംഗ് ആക്കി തന്നു. യൂറിൻ ബാഗ് ഞാൻ കണ്ടിരുന്നു. യൂറിൻ ബാഗ് ഉണ്ട്, അതുണ്ട് ഇപ്പോഴും. അത് നമുക്ക് അറിയുന്നില്ല, അത് മാറ്റുന്നില്ല. പക്ഷെ പണ്ട് എന്ന് പറഞ്ഞാൽ പാമ്പസ് എന്ന് പറഞ്ഞാൽ മോശം പോകുന്ന അറിയൂല, നമ്മൾ അറിയുന്നല്ല, ഇപ്പോഴും അറിയൂല. അത് ഏത് സമയത്ത് പോകുന്നൊന്നും അറിയാത്തതുകൊണ്ട് അങ്ങനെ പോവുക, എപ്പോൾ വേണമെങ്കിലും പോകാം. ഇപ്പോൾ രാവിലെ ബാത്റൂമിൽ പോകുന്നതുകൊണ്ട് അതൊരു ടൈമിങ് തന്നുകൊണ്ട് രാവിലെ പോയാൽ ഞാൻ പിന്നെ ഫ്രീയാ, ക്ലിയറായി, പിന്നെ കുഴപ്പമില്ല. നമ്മൾ സാധാരണ ഒരാളെ പോലെ രാവിലെ പോയി കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാൽ കഴിഞ്ഞു. കുളിയൊക്കെ ഇപ്പോൾ സ്വന്തം കുളി ഇതൊക്കെ കഴിയും. പിന്നെ ബാഗ്, യൂറിൻ ബാഗ് ഉണ്ട്, അത് ഉണ്ട്. അത് നമുക്ക് അറിയൂലല്ലോ. പാമ്പസിന്റെ യൂസ് കുറഞ്ഞിട്ടില്ല, അത്യാവശ്യം ഘട്ടങ്ങളിൽ ഇടും. നമ്മൾ പഴയ പോലെ ഫുൾ ടൈം ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നില്ല, രാവും പകലൊക്കെ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യൽ കുറവാണ്. അത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യം അവരൊന്നും പറഞ്ഞില്ല. എനിക്ക് യൂറിൻ വെച്ചെന്ന് പറഞ്ഞില്ലേ, യൂറിൻ വെച്ച് പറയുമ്പോൾ ഇത് പൈപ്പ് ബ്ലോക്ക് വരും. എനിക്ക് ചിലപ്പോൾ ബ്ലോക്ക് ആകുമ്പോൾ ചിലപ്പോൾ ലീക്ക് വരും. ലീക്ക് ആകുമ്പോൾ ചിലപ്പോൾ പോയാലോ നമ്മൾ ഒരു മുൻകരുതൽ പോലെ ഇടുന്നെന്ന് മാത്രമേ ഉള്ളൂ. യൂസ് ചെയ്യുന്ന ഇപ്പൊ ഇങ്ങോട്ട് 5 വർഷം കണ്ടിന്യൂസ് എന്റെ ബ്ലാഡർ ചുരുക്കി പോയി, സ്റ്റോറേജ് ഇല്ല, ഒന്നാമത് സ്റ്റോറേജ് ഇല്ല, ഡയറക്റ്റ് ഇങ്ങോട്ട് പോകും. ഡയറക്റ്റ് അപ്പൊ ഒരു കത്തീറ്ററിന് ബെൻഡ് സംഭവിച്ച പോലെയോ മറ്റേതിനുള്ളിൽ നിന്ന് ബ്ലോക്ക് വന്നാലേ ലീക്ക് വരും. അപ്പൊ ബെഡിലൊക്കെ ആവൂലേ. അപ്പൊ അങ്ങനെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ ബിജുവിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനൊക്കെ താല്പര്യമുണ്ടോ? എന്തെങ്കിലും ജോലി ചെയ്യണം, പക്ഷെ ഒരു കടക്കിടണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ കട ഇവിടെ ഉള്ള ഏരിയല്ല, കട ഇട്ടുമ്പോൾ എത്തിപ്പെടൂല. പിന്നെ ഉള്ള ഓപ്ഷൻ ലോട്ടറി, കോട, അങ്ങനത്തെ. പക്ഷെ എനിക്ക് അതുമായിട്ടൊരു താല്പര്യം കുറവാണ് കുറച്ച്. ഞാനിപ്പോ വണ്ടീന്റെ ഫീൽഡിൽ തന്നെ നിന്നോണ്ടേ അങ്ങനെ അപ്പൊ ഞാൻ അവിടെ പോയി നിന്നപ്പോ ഓട്ടോറിക്ഷ ഒക്കെ ഓടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. കയ്യിലോട്ട് ബ്രേക്കൊക്കെ ആക്കിയിട്ടുള്ളതേ, നമ്മള് മൊത്തം കയ്യിലോട്ടാക്കിയിട്ട് ഓട്ടോറിക്ഷ ഒക്കെ അവിടെ ഓടിക്കായിരുന്നു. അവിടെ അവര് ട്രെയിനിങ് തന്നായിരുന്നു.
അപ്പം അങ്ങനത്തെ പരിപാടി എന്തെങ്കിലും നോക്കണം. ഇവിടെ തന്നെ ഇവിടെ കുറച്ച് ഉള്ളേരിയകളാണല്ലോ, അപ്പം നമുക്ക് അത്യാവശ്യം ടൗണിൽ പോകാനും ഹോസ്പിറ്റലിൽ പോകാനും നമുക്ക് വേറെ വണ്ടി വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്വന്തം തന്നെയായിട്ട് അങ്ങനെ ഒരു ഓട്ടോറിക്ഷ നോക്കാൻ ഒരു പ്ലാനിങ് ഉണ്ട്. ഈ മഴക്കാലം കഴിഞ്ഞിട്ടൊന്ന് നോക്കണം. അതിപ്പോൾ അതിനെന്ത് ലോണോ അങ്ങനെ സാമ്പത്തികമായിട്ട് എങ്ങനെയും നോക്കിയിട്ടേ. ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ ഓടിക്കാൻ മനസ്സുണ്ടല്ലേ? നമ്മളെ കാര്യങ്ങൾ നടന്നു പോകും. ലൈസൻസ് ഉള്ളതുമാണല്ലോ അല്ലേ? ലൈസൻസ് ഉണ്ട്. ആ തരത്തിലുള്ള ഓട്ടോ അങ്ങനെ നമുക്കൊരു മോഡിഫിക്കേഷൻ ചെയ്തെടുക്കണം കയ്യിലോട്ടാക്കിയിട്ട്. എന്നിട്ട് പ്രൈവറ്റ് ആക്കി എടുത്താലോ അല്ലെങ്കിൽ ടാക്സി ആയിട്ടാണെങ്കിൽ ഓടാമല്ലോ. നമുക്ക് അത്യാവശ്യം നമുക്കുള്ള വരുമാനം ഒപ്പിക്കാമല്ലോ. അല്ലെങ്കിൽ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുകയെന്ന് വെച്ചാൽ വലിയൊരു ബുദ്ധിമുട്ടാണല്ലോ. അത് തന്നെ, നമ്മുടെ കയ്യിലൊരു വരുമാനം ഇല്ല. ആകെ പെൻഷൻ കിട്ടുന്നത് 1600 രൂപ കൊണ്ട് ഈ പറഞ്ഞ വല്ല ഹോസ്പിറ്റലോ പാമ്പസോ അല്ല ഡൈപ്പർ എന്തിയൊക്കെ വാങ്ങിച്ചാൽ തന്നെ തീർന്നു പോകും. കയ്യിലോട്ടൊന്നും കിട്ടാനില്ലല്ലോ. ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ചിന്തിക്കാത്ത മനുഷ്യനാ. റൂമിൽ തന്നെ ഉള്ള അപ്പൊ എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് വിചാരിച്ചോണ്ട് ഇങ്ങനെ ഇത്ര ഒരു പുരോഗതി ഉള്ളപ്പോ പിന്നല്ലേ ഇത്ര വന്നപ്പോ പിന്നെ നമ്മളെ കൊണ്ട് ശ്രമിക്കാതിരുന്ന അത് നമ്മളൊരു വെറുതെ ഒക്കെ കൊണ്ട് കളയേണ്ടി വരൂലേ. ഇത്രയായപ്പോ അങ്ങനെ എന്തെങ്കിലും നോക്കണം. വണ്ടീന് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എവിടെ ലോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് വേണം നോക്കാനായിട്ട്. കുറച്ച് പൈസ അങ്ങനെ തിരിച്ചു കിട്ടിയാലായിട്ട് ഒരു സാധനം ഒരു ഓട്ടോറിക്ഷ ഇറക്കണം. എന്നിട്ട് ഇപ്പം അത്യാവശ്യം ഓട്ടം നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് ടൗണിൽ പോകണമെങ്കിൽ ഒരു 5-6 കിലോമീറ്റർ ഉണ്ടല്ലോ. 6 കിലോമീറ്റർ ഉണ്ട് കല്ലൂർ ടൗണിലേക്ക്. ഇപ്പം അത്യാവശ്യം പോകുകയാണെങ്കിലും ഇവിടുന്ന് വല്ല ഓട്ടം കിട്ടുകയാണെങ്കിൽ പോകാമല്ലോ. ഡെയിലി 1500 രൂപ കിട്ടാൻ നമ്മളെ കാര്യം നടക്കും. നമ്മൾ നോക്കണം എന്തെങ്കിലും. ഓട്ടോറിക്ഷ ആണല്ലേ താല്പര്യം? ഓട്ടോറിക്ഷ ആണെങ്കിൽ നമ്മളെ കയ്യിലോട്ടാക്കിയാൽ ചെയ്യാമല്ലോ. അതാണ് ഇപ്പോൾ പ്ലാനിങ്ങിലായിട്ടുള്ളത്. ഇപ്പോൾ അതാണുള്ളത്. അങ്ങനെ എന്തെങ്കിലും നോക്കണം. നേരത്തെ ബൈക്കൊക്കെ ഓടിച്ചോണ്ടിരുന്നല്ലേ? നേരത്തെ ബൈക്ക്, കാർ, അലൈൻമെന്റ് ഷോപ്പ് ഒന്ന് കാറിനെ വണ്ടി ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് മൊത്തം ചെയ്ത് നോക്കുന്നത്. കാർ ലൈസൻസ് ഒക്കെ ഉള്ള കാറൊക്കെ ഓടിക്കും. ബൈക്കൊക്കെ ഉണ്ടായിരുന്നു, ബൈക്കൊക്കെ ഓടിക്കണം. ഓട്ടോറിക്ഷ എന്ത് ചെയ്യണം എന്നാണ് ഇപ്പോൾ ആകെ പ്രതീക്ഷ. അതാണുള്ളത്. നമുക്ക് നോക്കാം. ആർക്കെങ്കിലും ഇപ്പൊ ആ ചികിത്സയുടെ കാര്യം അദ്ദേഹം സഹായിച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ അതുപോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും നല്ല മനസ്സുള്ള ആൾക്കാരെ. നമുക്ക് നോക്കാം. ആർക്കെങ്കിലും ഒക്കെ നല്ല മനസ്സുണ്ടാവും. എങ്ങനെയും നോക്കണം. അതിനൊന്ന് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യമേ ഓടിച്ചൊന്ന് നോക്കാം. സെക്കൻഡ് ഹാൻഡ് കിട്ടിയിട്ട് അങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അല്ല അങ്ങനെ എന്തെങ്കിലുമാണ്. ഇപ്പൊ സാമ്പത്തികമായിട്ട് നമുക്ക് കുറച്ച് ഇതുണ്ടല്ലോ. ഒരു പുതിയ നിരക്കിന് 3 രൂപേൻ്റെ അടുത്ത് വരൂലേ, 1 ലക്ഷം രൂപേൻ്റെ അടുത്ത് വരും. സെക്കൻഡ് ഹാൻഡ് പ്രശ്നം നോക്കണം. അത് ഒന്ന് പോയിട്ടേ എങ്ങനെയൊക്കെ EMI അങ്ങനെ അടവിനൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്നും അതൊരു പ്ലാനിങ് ഉണ്ട്. ഇപ്പോൾ ആകെ ഒരു പ്ലാനിങ് അതേ ഉള്ളൂ. ഇത്ര ആയിട്ട് നമ്മൾ വെറുതെ വീട്ടിൽ തന്നെ കൂടിയിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ശ്രമിക്കാല്ലേ. ഒന്ന് ശ്രമിച്ച് നോക്കണം. എന്തായാലും വണ്ടി ഓടിക്കാനറിയാലോ. കൈക്കൊന്നും കുഴപ്പമില്ലല്ലോ. ദൈവം ശ്രമിച്ചപ്പോ മേളിലേക്ക് കുഴപ്പമില്ല. ഏതായാലും ബിജുവിൻ്റെ അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്, വാസുചേട്ടൻ. ചേട്ടാ എന്താണ് ഇപ്പോൾ, സന്തോഷമാണോ? ഇപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ 100% സന്തോഷം. ഞങ്ങൾ വിചാരിച്ച അവൻ എപ്പോഴും കിടന്നുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങളുടെ വീഡിയോ ഇതൊക്കെ കണ്ടതിന് ശേഷം വിളിക്കുകയും ഞങ്ങൾക്കിപ്പോൾ ഒരു എന്താ പറയുക പുനർജന്മം കിട്ടിയ പോലെ അവനിപ്പോൾ സ്വന്തമായിട്ട് കൈകുത്തി വീൽ ചെയറിൽ കയറും, അവൻ്റെ ആവശ്യങ്ങൾ നടത്തും. അത്രയും ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവന് അതിൽ വളരെയേറെ സന്തോഷമാണ്. ഞങ്ങൾക്ക് കുടുംബത്തിനും എല്ലാവർക്കും സന്തോഷം. ഇങ്ങനെ ഒരാൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടി. സന്മനസ്സുള്ള ജനങ്ങൾക്കും ആ സ്ഥാപനക്കാർക്കും ഒക്കെ നന്ദി. ഇങ്ങനെ പറയണമെന്ന് അറിയില്ല. അതെ, ഞാനും ഒരിക്കലും ആ വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇങ്ങനെയൊന്നും എത്തും. നമ്മൾ ഒരാളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം, ഇങ്ങനെ ഒരു സംഭവമാണ്, പക്ഷേ ഇങ്ങനെയൊന്നും നടക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. പക്ഷേ ഏതായാലും ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. ഞങ്ങളും അത്രേ ആണ് ദൈവാനുഗ്രഹമായിട്ടാണ് കാണുന്നത്.
ഞങ്ങളെ കൊണ്ട് പിന്നെ അവനെ എവിടെയെങ്കിലും കൊണ്ടുപോകാനൊന്നും കഴിഞ്ഞില്ല. പരമാവധിയൊക്കെ നോക്കി മടുത്ത് വീട്ടിലിരിപ്പാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞ് അവനെ പഴയ ഇതിലേക്ക് വിളിച്ചു. അവരെങ്ങനെ എറണാകുളം കൊണ്ടുപോയി 5-6 മാസം അവരുടെ ഇതിൽ നോക്കി. ഈ വീഡിയോ കണ്ടതുകൊണ്ടാണത് അവരറിയുന്നത്. അത് നല്ലൊരു കാര്യമായി. ഇങ്ങനെ നല്ല സന്മനസ്സുള്ളവരുണ്ടെങ്കിൽ നല്ലത്. അവനിപ്പോൾ ഒന്നും പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല. അല്ല അവനെ ഓടിക്കാൻ പറ്റിയ എന്തെങ്കിലും വണ്ടി എന്തെങ്കിലും കിട്ടി അതിലെങ്കിലും അവൻ നിൽക്കും. എറണാകുളത്ത് ജീവിച്ച് കൊതി തീരും മുന്നേ ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പോൾ വണ്ടിയില്ല, ഒന്നുമില്ലാതെ അവനിപ്പോൾ കിടപ്പാണ്. അല്ല, എന്നോട് പറഞ്ഞു ഒരു ഓട്ടോറിക്ഷയുടെ കാര്യം. ഓട്ടോറിക്ഷയോ അവന് ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടി കിട്ടിയാൽ നന്ന്, അവിടെ തന്നെ കിടക്കണ്ടല്ലോ. അതെ അതെ, ഏതായാലും നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും മനസ്സ് വരും. നമുക്ക് നോക്കാം. ഇത്രയൊക്കെ നടന്നില്ല അല്ലേ? അതെ, ശരിക്കും പറഞ്ഞാൽ 5 വർഷം ഒരു പ്രതീക്ഷയില്ലാതെ കിടന്നല്ലേ അല്ലേ? 19 പറ്റി 20, 21, 22, 23, 24, 25 6ാമത്തെ വർഷം. 6 വർഷമായി അല്ലേ? 5 വർഷം വരെ നമുക്ക് അങ്ങനെ നിങ്ങൾക്കാണേലും അങ്ങനെ ഒരു ചികിത്സയെ പറ്റി പോലും അറിയത്തില്ല. അല്ല, നമ്മളെ കൊണ്ട് കഴിയില്ല. ഞങ്ങൾ പരമാവധിയൊക്കെ നോക്കിക്കഴിഞ്ഞ് നല്ല കിടപ്പായി എന്നാണ് തോന്നിയത്. ക്രിസ്റ്റി വരികയും ഇതിനോടനുബന്ധിച്ച് എവിടുന്നോ കണ്ട് അവൻ്റെ ആ സന്മനസ്സിലും ഇത്രയും ദൂരം നമ്മൾ ഇതിനു വേണ്ടി മാത്രം വന്ന് ഇങ്ങനെ ചാനലിലേക്ക് കാണിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്കിതിപ്പോൾ ഒരു സഹായം കിട്ടി. ഏതായാലും നമുക്ക് ഇനിയും മുന്നോട്ട് അങ്ങോട്ട് നല്ല കാര്യങ്ങൾ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം ചേട്ടാ. ഓക്കെ, അങ്ങനെ തന്നെ വരട്ടെ അല്ലേ? അത് അങ്ങനെ തന്നെ വരട്ടെ. നിങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ എത്ര പറയാം 100 അല്ല 1000 നന്ദി. നമുക്കങ്ങനെ പറയാൻ കഴിയുള്ളൂ. നമ്മളെ കൂടെ ആരും ഇതിനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരാളും കൂടെ വരാനോ പറയാനോ ഉണ്ടായില്ല. അച്ഛനും അമ്മയും എല്ലാവരും സഹതാവും പോലെ വന്ന് കാണും പോകും. സന്മനസ്സുള്ള ജനം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ അവനെ പുറത്തിറക്കാനായി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ട് കേട്ടോ. കാരണം അതെന്താണെന്ന് നിങ്ങളെ പറഞ്ഞ് അറിയിക്കാനായിട്ട് പറ്റില്ല. ഒരു പ്രത്യേകതരം ഒരു ഫീലിംഗാണ്. കാരണം നമ്മൾ കാരണം ഒരാൾ രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഉപകാരം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതിലും വലിയൊരു സന്തോഷം വേറെ എന്താ ഉള്ളത് ഈ ഭൂമിയിൽ? എനിക്ക് അറിയത്തില്ല. അതിലും വലിയൊരു സന്തോഷം നമുക്ക് വേറെയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു നമ്മൾ ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണെന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ഈ ഒരു വരുമാനം കൊണ്ട് മാത്രമേ നമ്മൾ ഈ ചാനൽ ഓടിച്ചുകൊണ്ട് പോകുന്നതും നമുക്ക് ഇതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്നതും. അപ്പോഴും ഞാൻ വിചാരിച്ചൊരു കാര്യം, നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകട്ടെ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ അന്ന് ചെയ്തതാണ്. പക്ഷേ നമ്മൾ മനസ്സിൽ പോലും വിചാരിച്ചില്ല അദ്ദേഹത്തിന് അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുന്നത്. നിങ്ങൾ ബിജു പറയുന്ന കേട്ടാണ്. അതുപോലെ തന്നെ ആദ്യം എടുത്ത വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളിൽ നിങ്ങൾ കേട്ടാണ്. 5 വർഷമായിട്ട് ബിജു ഈ ഒരു കട്ടിലയിൽ കിടപ്പായിരുന്നു. 5 വർഷമായിട്ട് ആ ഒരു മുറിയിൽ ആരും അറിയാതെ ബിജു ഇങ്ങനെ കിടപ്പാണ്. ബിജുവിന് ഒരു സഹായവും ഇവിടുന്നും കിട്ടുന്നില്ല. ആപ്പാടെ ഒരു പെൻഷൻ, വികലാംഗ പെൻഷൻ മാത്രം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം 27 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന് ഇത് സംഭവിച്ചത്. ആ സമയത്തൊക്കെ അദ്ദേഹം വീൽ അലൈൻമെൻറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം അങ്ങനെയൊക്കെ പണിയെടുത്തുകൊണ്ടിരുന്ന ആൾ ഇങ്ങനെ കിടപ്പാകുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥയൊക്കെ നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല. അതൊരു പ്രത്യേക ഒരവസ്ഥയാണ്. നമുക്കതൊന്നും വിവരിക്കാൻ പോലും പറ്റില്ല. അതൊക്കെ വന്നു നോക്കിയാലേ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഏതായാലും അങ്ങനെ ഇരുന്നുകൊണ്ടിരുന്ന അവസ്ഥയിൽ, അതായത് പരസഹായം കൂടാതെ ഒന്ന് എന്താ പറയുക, അദ്ദേഹത്തിന് ഒന്ന് എണീറ്റിരിക്കാനോ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിന്ന് ആ വീൽ ചെയറിലിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമാണ് വന്നതെന്ന് നിങ്ങൾക്ക് ഇത് കാണുന്ന അന്നത്തെ ആ സമയത്തൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവും ആ ഒരു വികാരം എന്താണെന്നുള്ളത്. വളരെ സന്തോഷം തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ ചാനൽ അന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ ചാനലിന് 5000 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ മെയ് മാസത്തിൽ. ഇപ്പം നമ്മൾ 20,000-നോട് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ അന്ന് ആ ഒരു വീഡിയോ കാണാത്ത ആൾക്കാർ ദയവ് ചെയ്ത് ആ ഒരു വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം ബിജുവിൻ്റെ അന്നത്തെ ആ അവസ്ഥയൊക്കെ നേരിട്ട് മനസ്സിലാകും കേട്ടോ. ഏതായാലും വളരെ ഒത്തിരി സന്തോഷം. എനിക്ക് പറയാൻ വാക്കുകളില്ല. അതങ്ങനെയാണ്. ബിജുവിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ ഇത്രയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ബിജുവിന് ഒരു ഓട്ടോറിക്ഷ ഓടിച്ചെങ്കിലും ജീവിക്കണം എന്നുള്ള, അതായത് സ്വന്തം കാര്യമെങ്കിലും നോക്കാനായിട്ടുള്ള ഒരു പ്രാപ്തിയിലേക്ക് എത്തണം. ഒരു ഓട്ടോ ഓടിച്ച് അദ്ദേഹത്തിന് ഒരു വരുമാനത്തിലേക്ക് എത്തണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. നമ്മൾ ആർക്കായാലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകും. കാരണം അങ്ങനെ കാലാകാലം അങ്ങനെ കിടക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. ആരായാലും അങ്ങനെയൊക്കെ ചിന്തിക്കും. അദ്ദേഹത്തിൻ്റെ ആ ചിന്ത വളരെ കറക്റ്റാണ്. അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും ഒരു തൊഴിലിലേക്ക് എത്തണം. അപ്പോൾ ആ തൊഴിലിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ബിജു നമ്മളോട് സംസാരിച്ചത്. ഒരു ഓട്ടോ ഓടിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു എന്ന് പറയുന്നു.
അപ്പോൾ ഞാൻ എന്തായാലും ബിജുവിൻ്റെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാത്ത ഒരു സാധനം കൂടെ ഞാൻ ഈ പ്രാവശ്യം കൊടുക്കാം. ബിജുവിൻ്റെ ഗൂഗിൾ പേ നമ്പറും കൂടെ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബിജുവിന് നേരിട്ട് നിങ്ങളാൽ കഴിയുന്ന, ഞാൻ ഒന്നും നിർബന്ധിക്കില്ല, നിങ്ങളുടെ മനസ്സ് പോലെ ആൾക്കാർക്ക് നിങ്ങൾ കാണുന്ന നമ്മുടെ സഹോദരങ്ങളുടെ മനസ്സ് പോലെ നിങ്ങൾ ആ ഒരു ബിജുവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. കാരണം ഒരു മനുഷ്യൻ ഒന്ന് എന്താ പറയുക, ഒന്ന് പറക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. അപ്പോൾ ബിജുവിന് ഒന്ന് എഴുന്നേക്കാൻ തന്നെ പറയും. നമുക്കറിയാം ഫിസിക്കലി നമുക്ക് ബിജുവിന് എഴുന്നേറ്റ് നിൽക്കാൻ പരിമിതികളുണ്ടെങ്കിൽ പോലും ബിജുവിൻ്റെ ജീവിതത്തിലൊന്ന് പിടിച്ച് നിൽക്കാനായിട്ട് ഉള്ളൊരു സഹായമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുക, ഇങ്ങനെയുള്ള ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന ഇങ്ങനെയുള്ള മോഡിഫൈ ചെയ്ത ഒരു ഓട്ടോറിക്ഷ അത് ഓടിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓരോ സഹായവും ബിജുവിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപകാരപ്പെടും എന്നുള്ള കാര്യം മാത്രം ഞാൻ അറിയിക്കുന്നു. അപ്പോൾ ബിജുവിൻ്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഒരു താല്പര്യം പോലെ, നിങ്ങളുടെ ഒരു മനസ്സ് പോലെ, നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെയൊക്കെ നിങ്ങൾക്ക് ഒന്ന് അതിലേക്ക് ആ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായാലും വളരെ സന്തോഷത്തോടെ ഈ വീഡിയോ ഞാൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.